എൻ്റെ പേര് സിസ്റ്റർ സുദീപ, CMC കോൺവെൻറ്റ് ഇലഞ്ഞിയിലെ സുപ്പീരിയറാണ്. സാഹിത്യമണ്ഡലത്തിൽ സൗരഭ്യം പരത്തിയ, ഇലഞ്ഞി പ്രദേശത്തിൻ്റെ പൂവായി മാറിയ ഞങ്ങളുടെ ചേച്ചിയായ സിസ്റ്റർ മേരി ബെനീഞ്ഞായെക്കുറിച്ച് അനുസ്മരിക്കുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ഇന്ന് CMC സന്യാസ സഭയ്ക്കും വനിതാ ലോകത്തിനും സാഹിത്യമണ്ഡലത്തിലും ഇലഞ്ഞി പ്രദേശത്തിനുമൊക്കെ ഏറ്റവും മികച്ച സമ്പത്താണ് നമ്മുടെ സിസ്റ്റർ മേരി ബെനീഞ്ഞ. തോട്ടത്തിലും ആശ്രമത്തിലും കഴിച്ച ജീവിതത്തിൻ്റെയും ഏകാന്ത വിശുദ്ധ വിചാരങ്ങളുടെയും മനോഹാരിത ബെനീഞ്ഞാമ്മയുടെ കൃതികളിൽ കണ്ടെടുക്കാം. നന്മ വലിയ കെട്ടുകഥയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് അമ്മ പാടുന്നുണ്ട്. സമ്മാനമോർത്തല്ല സൗഭാഗ്യമോർത്തുമൽ എൻ പ്രേമനാഥനെ ഞാൻ സ്നേഹിക്കും, നശ്വര ലോകത്തിലെങ്ങുമില്ലാതുള്ള ശാശ്വത സ്നേഹത്താൽ ഞാൻ സ്നേഹിക്കും. അതെ, ഭൗതികവാദം കൊടുമ്പരി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് ആധ്യാത്മിക മൂല്യമുള്ള രചനകൾ കൊണ്ട് കൈരളിയെ സേവിച്ച ബെനീഞ്ഞാമ്മ ലോകമേ യാത്ര എന്ന കവിതയിലൂടെ ലോക ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല ചെയ്തത്, ദൈവത്തെ അന്വേഷിക്കുവാൻ, അവനവനിലുള്ള ആഭ്യന്തര ഹർമ്മത്തെ കണ്ടെത്താനുള്ള സൂചന നൽകുകയൂടെയാണ് ചെയ്തത്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് സിസ്റ്റർ തെക്ലായാണ്. ബെനീഞ്ഞാമ്മ പഠിപ്പിച്ച ഇലഞ്ഞി പ്രദേശത്ത് തന്നെയുള്ളൊരു സിസ്റ്ററാണ്. അതോടൊപ്പം തന്നെ വളരെ കാലഘട്ടത്തിൽ ഒന്നിച്ച് മരണം വരെ ബെനീഞ്ഞാമ്മയോട് കൂടെ ഉണ്ടായിരുന്ന തെക്ലാമ്മയുടെ അഭിപ്രായങ്ങൾ കൂടെ നമുക്ക് കേൾക്കാം. ബെനീഞ്ഞാമ്മ എന്നെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സുകളിലും മലയാളം പഠിപ്പിച്ചിരുന്നു. ബെനീഞ്ഞാമ്മയുടെ ശിക്ഷയായിരിക്കുന്നതിൽ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അമ്മയോടുകൂടി ദീർഘകാലം സന്യാസ സഭയിൽ ജീവിക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇലഞ്ഞിയിൽ ഈ മഠത്തിൽ തന്നെ ബെനീഞ്ഞാമ്മയുമൊത്ത് ദീർഘകാലം ഞാൻ ജീവിച്ചിട്ടുണ്ട്. അമ്മയോടൊത്ത് പല സാഹിത്യ സദസ്സുകളിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അമ്മയുടെ ചില കവിതകൾ ആലപിച്ച് ചില മീറ്റിങ്ങുകളിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ബെനീഞ്ഞാമ്മയുമായിട്ട് ദീർഘകാലമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ബെനീഞ്ഞാമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്ന കാലം മുതൽ ബെനീഞ്ഞാമ്മയുടെ മഹത്വം ഞങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാകുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ. എങ്കിലും മഠത്തിൽ വന്നതിന് ശേഷമാണ് ബെനീഞ്ഞാമ്മയെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചതും ബെനീഞ്ഞാമ്മയോടൊത്ത് പല സാഹിത്യ സദസ്സുകളിലും സമ്മേളനങ്ങളിലും പോകുവാനും അമ്മയുടെ ചില പദ്യങ്ങൾ ആലപിച്ച് ചില സദസ്സുകളെ സന്തോഷിപ്പിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അമ്മ വളരെ ദൈവിക ചിന്തയുള്ള ഒരു വ്യക്തിയായിരുന്നു. കവിത എഴുതാൻ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ തന്നെ അമ്മ ചാപ്പലിലേക്ക് പോകും. അവിടെ പോയി ദീർഘനേരം പ്രാർത്ഥിക്കും. അവിടെ ഇരുന്ന് മൂളിപ്പാട്ട് പാടിക്കൊണ്ട് ഇതൊക്കെ മനസ്സിൽ സംഗ്രഹിച്ച് മുറിയിൽ വന്നിരുന്ന് അത് എഴുതുമ്പോഴും അമ്മ മൂളിപ്പാട്ട് പാടിക്കൊണ്ടാണ് ഇരുന്ന് എഴുതുക. അപ്പോൾ ഞങ്ങളൊക്കെ ദൂരെ മാറിപ്പോകും. കാരണം ശബ്ദമൊന്നും ഉണ്ടാക്കാതെയും ശല്യമൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി. അമ്മ എഴുതി കഴിയുമ്പോൾ അമ്മ ഞങ്ങളെ വിളിക്കും, നീ വന്നീ ഒരു സൂത്രം കാണിച്ചു തരാമെന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഓടി വരും. ഞങ്ങൾ അത് ബെനീഞ്ഞാമ്മയുടെ കവിത വായിച്ചു നോക്കും, ഞങ്ങൾ ആസ്വദിക്കും, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു അതൊക്കെ. ചിലപ്പോഴൊക്കെ ബെനീഞ്ഞാമ്മ ഈ കവിതകളൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി പത്രക്കാർക്കും മാസികക്കാർക്കും ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി പകർത്താൻ വേണ്ടി എന്നെ ഏൽപ്പിക്കുമായിരുന്നു. അതും ഞാൻ ബെനീഞ്ഞാമ്മയ്ക്ക് വേണ്ടി ധാരാളം പ്രാവശ്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അമ്മയോടൊത്ത് പല സാഹിത്യ സദസ്സുകളിലും പോകാനും അറ്റൻഡ് ചെയ്യാനും ഒക്കെ ലഭിച്ച ആ നിമിഷങ്ങൾ വലിയ ഭാഗ്യ നിമിഷങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.
ആർക്കും കിട്ടാത്ത ഒരു അസുലഭ ഭാഗ്യം. അമ്മ വളരെ ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ദീർഘനേരം പ്രാർത്ഥിക്കുമായിരുന്നു. ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിതമായിരുന്നു. എല്ലാം കണിശം, കൃത്യം, എല്ലാത്തിനും ക്രമീകരണം എല്ലാം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ ഒരു പേപ്പറോ പേനായോ ഒരു സൂചിയോ എന്തു വേണമെങ്കിലും അമ്മയോട് ചോദിച്ചാൽ എളുപ്പത്തിൽ നമുക്കത് കിട്ടും. കാരണം അമ്മയ്ക്ക് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുമുണ്ട്. അങ്ങനെ ആർക്കും എന്ത് സഹായവും ചെയ്യാനും അമ്മ തന്നെയായിരുന്നു. ദീർഘനേരത്തെ പ്രാർത്ഥനയുടെയും മനനത്തിൻ്റെയും ഫലമായിട്ടാണ് അമ്മയ്ക്ക് ഈ നല്ല നല്ല കവിതകൾ എഴുതാനായിട്ട് സാധിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു നല്ല കവിത ആത്മോന്നതമാണ്. സ്വന്തം ആത്മാവിനെ ഉന്മപ്പിക്കുന്നതോടൊപ്പം തന്നെ വായനക്കാരന്റെ സഹൃദയന്റെ ആത്മാവിനെ കൂടി വളർത്തുകയാണ് ചെയ്യുക. മലയാള മലർവാടിക്കകത്ത് സ്വന്തമായ ഒരു കവിതാരാമം പടുത്തുയർത്തി സഹൃദയ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ ബെനീഞ്ഞാമ്മ തന്നെ പറയുന്നുണ്ട്, ഒരു ക്ലർക്കും പ്യൂണും ഇല്ലാത്ത, സ്വീപ്പർ പോലും ഇല്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഹെഡ് മിസ്സസിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച് മൂളിപ്പാട്ട് പോലും പാടാതെ ഞാൻ എഴുതിയ കൃതിയാണ് ആത്മാവിന്റെ സ്നേഹഗീത എന്ന്. ഇന്ന് ഈ എലഞ്ഞിമഠത്തില് താമസിക്കുവാൻ, അമ്മയുടെ സുഗന്ധം പ്രചരിപ്പിക്കുവാൻ ദൈവം എന്നെ ഉപകരണമാക്കിയത് ഓർത്ത് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. സ്കൂളിൽ ബെനീഞ്ഞാമ്മയെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. കുട്ടികളെ മലയാളം ടീച്ചർ എന്ന നിലയിൽ ഞാൻ കവിത പഠിപ്പിച്ചു. ബെനീഞ്ഞാമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ ഈ ആശ്രമത്തും ഈ പരിസരത്തും ബെനീഞ്ഞാമ്മയുടെ മുറിയിലുമൊക്കെ ചരിക്കുവാൻ ഇന്ന് എനിക്ക് കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി. അതോടൊപ്പം തന്നെ ബെനീഞ്ഞാമ്മയുടെ കൂടെ സഹവസിച്ച അമ്മമാരോടൊപ്പം ജീവിക്കുവാൻ, അവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുവാൻ സാധിച്ചത് ദൈവാനുഗ്രഹം എന്നല്ലാതെ മറ്റെന്താണ് പറയുക. ജന്മസിദ്ധമായ ഭാവനാ ശക്തി കൊണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി സഹൃദയ ഹൃദയങ്ങളിൽ ജീവിച്ചു പോരുന്ന ബെനീഞ്ഞാമ്മ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ജീവിക്കും. മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം സ്മരിക്കുക തന്നെ ചെയ്യും. അമ്മയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രാർത്ഥനയുടെ, സ്നേഹത്തിന്റെ, നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു.